എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നോൺ സൈക്ലിംഗ് കണ്ടന്റ് നമ്മുടെ ചാനലിൽ വരികയാണ് ഗൈസ്. ഇന്ന് അവസാനത്തെ ദിവസമാണ് കേട്ടോ അനിയന്റെ. എന്താണ് അവസാനത്തെ ദിവസം എന്ന് പറയും? ന്യൂ ഇയറിന്റെ അവസാനം അല്ല, ന്യൂ ഇയറിന്റെ അവസാനം. നാളെ തൊട്ട് എന്തിന്റെ പരിപാടി? നാളെ തൊട്ട് ന്യൂ ഇയർ കഴിയും. ന്യൂ ഇയർ കഴിയും. നാളെ കാലത്ത് എങ്ങനെ പോവാ നീ? പോവാറുള്ള ഹെൽത്തി തന്നെ പോണത് സ്കൂളിൽ പോവാണ് ഗൈസ്. നാളെ തൊട്ട് വീണ്ടും പരിപാടികളൊക്കെ ബാക്ക് ഓൺ ട്രാക്ക്. അതുപോലെ തന്നെ നാളെ ഇനി വരുന്ന വ്ളോഗുകളിൽ അറിയാട്ടോ ഇവന്റെ സ്കേറ്റിംഗ് ബോർഡ് കിട്ടുമോ എന്നുള്ളത്. അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. കിട്ടോ എന്ത് തോന്നുന്നു? അല്ലെങ്കിലും തരുന്നില്ല, നല്ല മാർക്ക് വാങ്ങിയാലും ഇനി തരുള്ളൂ കേട്ടോ. പറ്റിക്കലൊന്നല്ല, പഠിപ്പ് മാത്രമേ വേണ്ടൂ. അതാണ് ഞാൻ പറഞ്ഞത്. ജയിച്ച് ഓടാ പറഞ്ഞിട്ട് പിന്നെ പഠിച്ച നല്ല മാർക്കുണ്ടെങ്കിൽ വാങ്ങി തരും എല്ലാത്തിനും. ഞാൻ റീൽസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇവന്റെ ചെറിയൊരു ആഗ്രഹം തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തിട്ടാണ് അത്? ഗോ കാർട്ടിങ് ഗൈസ്. കുറെ നാളായിട്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗോ കാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഗോ കാർട്ടിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവൻ ക്രാഷായി. ഇവൻ ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ ഗോ കാർട്ട് ചെയ്തിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചിട്ട് വെയിൽ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാൻ തിരക്കൊന്ന് ഒതുങ്ങിയിട്ട് നോക്കാം. സ്പീഡിൽ ഓടിക്കോ നീ? 30-20 ആകെ 25 സ്പീഡിലാ പോവുള്ളൂ. വയസ്സ് നോക്കി നോക്കാട്ടോ നമുക്ക് ഇപ്പം എന്താണ് സംഭവം. ഗൈസ്, ഗോ കാർട്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ വരുന്നത്. ആദ്യത്തെ ഏറ്റവും കുറവ് 8 ലാപ്പാണ്, 450 പെർ ഹെഡ്. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കും അനിയനും എടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഡിക്ലറേഷൻ ഫോമും കാര്യങ്ങളൊക്കെ. എന്താ എഴുതണ്ട ബ്രോ? പേരും ഇത് മാത്രം എഴുതിയാൽ മതിയോ? പേര് പിന്നെ എന്നിട്ടാ അണ്ടർ 18 അല്ല, അവൻ അണ്ടർ 18 സൈൻ ഇട്ടാ പോരെ? വേറെ ഇതൊന്നും ഇല്ലല്ലോ, ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ. ഇല്ല, അഡ്രസ്സ്. സോ ഡിക്ലറേഷൻ ഫോം ഉണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചുണ്ട് കേട്ടോ. സോ വെയിറ്റ് ചെയ്യാം ഗൈസ്. അവിടെ കുറച്ചൊരു ഓടിക്കുന്നുണ്ട്. അനിയനത് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നീ ഇവിടേക്ക് വന്നിട്ടില്ല? വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് വന്നിരിക്കണേ. ഇവിടെ റേറ്റും കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നു. 450 പെർ ഹെഡ്. ഇതാണ് കാർട്ട് വരണത് കേട്ടോ. ഗോ കാർട്ടിങ് ആൾക്കാർ. എത്ര ലാപ്പ് വേണം നിനക്ക്? എത്ര ലാപ്പ് വേണം? എത്രയായാലും കുഴപ്പമില്ല. 100 ലാപ്പാണെങ്കിലോ? കുറച്ച് കൂടി പോയി. 10 ആയാലോ? 8 എണ്ണങ്ങളാണ് ഞങ്ങൾ എടുത്തത്. 8 ലാപ്പിന്റെ ആണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 8 ലാപ്പ്. എടാ ഞാൻ ഇവിടെ ഇതിനെ വന്നിട്ടുണ്ടായിരുന്നു അറിയോ? ഞാൻ ആക്ച്വലി നമ്മുടെ ഹണ്ടറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹണ്ടർ ഇതിന്റെ ഉള്ളിൽ ഓടിക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഹണ്ടറിന്റെ വീഡിയോയില് ഓർമ്മയില്ല നിനക്ക്? ഹണ്ടർ നിന്നെ കൊണ്ടല്ല വന്നത്, അതാണ് നിനക്ക് ഓർമ്മയില്ലാത്തത്. ഒരു നൈസ് ട്രാക്കാണ് കേട്ടോ. ഇതിൽ കൂടെ പോയിട്ട് അവിടേക്ക് ആ ഭാഗത്തേക്ക് കുറച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ 8 ലാപ്പാണ് മൊത്തം നമുക്ക് ഉണ്ടാവുക കേട്ടോ. എന്തായാലും എക്സൈറ്റഡ് ആണോ ഓടിക്കാൻ? ഇവൻ കുറച്ച് നാളായിട്ട് പറയണതാട്ടോ ഗോ കാർട്ടിങ് പോവാന്ന്. അപ്പം എനിക്കും ഭയങ്കര താല്പര്യം ഗോ കാർട്ടിങ്. അപ്പോൾ ഇവിടെ പോവാന്ന് വിചാരിച്ചു. എനിക്ക് പറ്റുകയാണെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകണ സമയത്ത് അവിടെ പോയിട്ട് ഇതിനോട് കുറച്ചുകൂടി വലിയ ട്രാക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ നീ വരണ്ട, ഞാൻ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി വലിയ ട്രാക്ക് ഉണ്ട്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ഓടിച്ചതിൽ ഏറ്റവും വലിയ ട്രാക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ വെയിറ്റിംഗ്. ഹനിയൻ്റെ ടേൺ ആയിട്ടുണ്ട് കേട്ടോ. എക്സൈറ്റഡ് ആണോ? കേറ്. പറഞ്ഞുതരും. നീ ഒരു വട്ടം ചെയ്തിട്ടില്ലേ? അതിന്റെ എക്സ്പീരിയൻസിനായിട്ട് ചെയ്തോ? അല്ലെങ്കിൽ അവർ പറഞ്ഞുതരും ചോദിച്ചു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നാലെ വരാന്നുണ്ട്. ഞാൻ എടുക്കാം. ഇവരുടെ കഴിഞ്ഞിട്ട് വേണം. നീ ഇപ്പൊ കയറിക്കോ, ഇതിലേക്ക് കയറിക്കോ. ഹെൽമെറ്റ് വെച്ചോ? ഇല്ല, അല്ല ഇത് കഴിഞ്ഞ് ഇവന്റെ ഒപ്പം തന്നെ പൊക്കൂടെ? കുഴപ്പമില്ല. അപ്പൊ ഇവന്റെ വണ്ടി ഇതാണ് ബ്ലൂ വണ്ടി. ബ്ലൂ ആണ് അത്. ബ്ലൂ അല്ല, ഗ്രീൻ. കേറ്, സൂക്ഷിച്ചേറ്. ഇതിലേതാ ആക്സിലേറ്റർ? കാല് എടാ, കാല അവിടെ തന്നെ വെച്ചോട്ടോ. ഏത് ആക്സിലേറ്റർ? ഇവിടെ ആക്സിലേറ്റർ പറഞ്ഞ ബ്രേക്ക്. ഇത് സ്റ്റിയറിങ്. അവര് ഓൺ ചെയ്ത് തരും, എന്നിട്ട് പോയാൽ മതി.
അവിടെ പോയി ഇടിക്കരിക്കോ കേട്ടോ. ഫോട്ടോ എടുക്കണം അവന്. നമ്മളൊരു വർക്കിംഗ് ഡേയിലാണ് വന്ന് നോക്കണം കേട്ടോ. വർക്കിംഗ് ഡേയിലല്ല, വീക്കെൻഡിലാണ് വന്നിരിക്കണേ. മതിയോ ഫോട്ടോ? എസ്തറ്റിക് പിടിക്കണം നമുക്ക്. എസ്തറ്റിക് പിടിക്കാൻ മറന്നു. ഹെൽമെറ്റ് ഊരിട്ട് എടുത്തോ. ദൈവമേ, അവരുടെ എല്ലാവരും കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഇപ്പൊ ദൈവന്റെ ഇതാണ്. രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് 1 by 1 ആയിട്ട് പ്രസ് ചെയ്യാം. എല്ലാ ടേൺസും ബ്രേക്ക് അപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ ശേഷം ചവിട്ടി വെച്ച് ടേൺ ചെയ്യാം. മാക്സിമം ഇടിക്കാണ്ട് സ്പേസ് ഇട്ട് പോയി ഇടിച്ച് കഴിഞ്ഞ് ബാക്കിൽ ഷാഫ്റ്റ് ഒക്കെ ഉണ്ട്. ബാക്കിൽ എക്സോസ്റ്റ് ഉണ്ട്, ചൂടായിരിക്കും. രണ്ടും ഒരുമിച്ച് സെറ്റല്ലേ? അവിടെ പിടിക്കട്ടോ. ഇടയ്ക്ക് തൊട്ട് നോക്കിയാൽ മതി അവിടെ. സെറ്റല്ലേ? ആ, ഞാൻ തന്നെ പിന്നാലെ വരാട്ടാ. ജോഹി അനിയൻ വരുന്നുണ്ട് കേട്ടാ. ഇതുപോലെ എടുക്കടാ. ഇടിച്ചില്ലേ? ഭാഗ്യം. എൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ വൈറ്റ് ഇതാണ് ബ്രോ. കയറട്ടെ? എൻ്റെ വൈറ്റ് ആണ് കേട്ടോ. ഇതിൽ കയറാൻ കുറച്ച് ഇതാണ്, സീനാണ്. ഓക്കെ, എൻ്റെ കാലും കുടിക്കുക. ഓക്കെ, സെറ്റ് കേസ്. ഏതാ ബ്രോ ഇത്? ആക്സിലേറ്റർ ഇതായിരുന്നില്ലേ? ഇത് പെട്രോളോ ഡീസലാ? പെട്രോൾ. എത്ര കിലോമീറ്റർ മറ്റേ വണ്ടികളുടെ പോലെ മൈലേജ് ഉണ്ടോ ഇതിന്? അങ്ങനെ ഒന്നുമില്ല. ഏതാ ബ്രോ ഇതല്ലേ ആക്സിലേറ്റർ? ഏതായിരുന്നു? റൈറ്റ് ആക്സിലേറ്റർ, ലെഫ്റ്റ് ബ്രേക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. സെറ്റ് കേസ്. അവൻ എൻ്റെ ഓടിച്ച് തീർക്കുമ്പോഴേക്കും അവൻ്റെ തീരുന്നതുകൊണ്ട് കേട്ടോ. അവരുടെ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം വന്നിട്ട് അവൻ ആമയാണ് അവിടെ അഴിഞ്ഞു പോയത്. ഇതും അങ്ങനെ ഓടിച്ചിട്ട് കാര്യമില്ല. ഇതിവിടെ റീഫില്ലിംഗ് ആണ്. റീഫില്ലിംഗ് ചെയ്തിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. നമ്മൾ റൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മോനെ പിടിച്ചേ ആയിപ്പിടി. ആൾ സ്കിഡാക്കി നിർത്തിയിട്ടാ. ഞാൻ അനിയനെ തപ്പിയിട്ട് നിൽക്കണം. കയ്യിൽ വെച്ചത് ഏതായാലും പറ്റിയാ? രണ്ടോ ഒരുമിച്ച് ഓട്ടാവില്ലേ? സീൻ ഗൈസ്, ക്യാമറ തെറിച്ച് പോയിട്ടാ കയ്യിൽ നിന്ന്. ഇത് കയ്യിൽ വെച്ചോ, അവിടെ വെച്ചോ. സെറ്റ്. അങ്ങനെ പടപടാന്നായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു പരിപാടികൾ. എങ്ങനെ ഉണ്ടായിരുന്നു? അഡിക്റ്റീവ് ആണ് സംഭവം. ഭയങ്കര അഡിക്റ്റീവ് ആണ് കേട്ടോ. അതിന്റെ ഇടയിൽ ക്യാമറ ഉണ്ടോ നിലത്ത് വീണോ? ഈ സാധനം കണ്ടോ? ഈ സാധനം ഫുള്ള് പോയി. ഞാൻ പിടിച്ചു നോക്കിയേ. ഈ സാധനം നിറച്ച് ഇതുകളായി, സ്ക്രാച്ചുകളായി. ലെൻസ് ഒന്നും പറ്റിയില്ലല്ലോ. ഏത് ലെൻസൊന്നും പറ്റിയില്ലല്ലോ? ലെൻസിനൊന്നും പറ്റിയിട്ടില്ല. അതിന്റെ തുമ്പത്ത് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഗുണം വരണത്. എടാ ഈ അതല്ല, ഞാൻ പോക്കറ്റിൽ വെച്ചതാ. പോക്കറ്റിലല്ല, അവര് പറയില്ല അതിന്റെ ഉള്ളിൽ വെക്കണമെന്ന്. സാധനം ട്രാക്കിലേക്ക് പോയി മടിയിൽ നിന്ന് തെറിച്ചിട്ട്. ഈ സാധനം ഇപ്പൊ ഇൻസ്റ്റാ 360 ആണെങ്കിലില്ലേ കഴിഞ്ഞ് 50,000 60,000 രൂപ പോയി. ഗോപ്രോ ആയതുകൊണ്ട് നോക്കിയേ, ഈ ഭാഗങ്ങൾ മാത്രം തേഞ്ഞിട്ടുള്ളൂ. ഈ ഭാഗങ്ങൾ മാത്രം. എന്തിനാ മാറ്റണേ? ഭംഗി കേടുണ്ടാവും. പക്ഷെ എടാ നീ നോക്കണേ, ഈ സാധനം കയറി ഇറങ്ങി. ഈ സാധനം നമ്മുടെ ഇത് ആക്ച്വലി എൻ്റെ മടിയിൽ നിന്ന് തെറിച്ച് പോയി വേറൊരാളുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കിടന്നു. ഇങ്ങനെ കിടന്നു ഇത്. അതിനുശേഷം ആള് ഹൈ സ്പീഡിൽ വന്നിട്ട് ഈ സാധനം അതിൻ്റെ മേലെ കൂടെ കയറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് എടുത്തത് വീണ്ടും കയറ്റി പോകണ്ട, അവിടെ വെച്ചിട്ടാ ആ സൈഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി. അത് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച്. എന്നിട്ട് ആ എടുത്താ എന്നിട്ട് ആ സാധനത്തിന് ഞാൻ അതാ പറഞ്ഞത്, ഇൻസ്റ്റാ 360യും ഇതിൻ്റെയും ക്വാളിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അതാണ് ഗോപ്രോന്റെ ഗുണം കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാ 3 ഒടിഞ്ഞിട്ടൊന്നുമില്ല. ഇൻസ്റ്റാ 360 വാങ്ങി കഴിഞ്ഞാൽ 50,000 60,000 രൂപ ഒറ്റയടിക്ക് പോകട്ടോ. ഇതാവുമ്പോൾ ആ റഗഡ് ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
സോ നമ്മൾ ഗോ കാർട്ടിങ്ങിനോട് വിട പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കണം. ഇനി വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഫോട്ടോ എടുക്കണോ? ഇനി ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ. ഇവൻ്റെ ഫോട്ടോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 2 3 4 ഇതിലേതാ കൊടുക്കാം? ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം, ഫോട്ടോ എടുക്കാം. ആവശ്യത്തിൽ വേറെ ഫോട്ടോസ് ഉണ്ട്, വേണമെങ്കിൽ ഇനി എടുക്കാം. നീ പറയണോണം, നിന്റെ ദിവസമാണെന്ന് ഇവൻ പറയണോടാണ് കാര്യങ്ങൾ. എടുക്കണോ വേണോ? ഇനി വാ. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നത്തെ പരിപാടിയാണ്. ഹെൽമെറ്റ് എടുത്തു. ഇന്നത്തെ പരിപാടികൾ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇനി എന്നിട്ട് വേണ്ട നിനക്ക് മോനെ ചായ വേണോ? ഇനി ചായയും ഇനി വല്ല റെസ്റ്റോറൻറ്റിൽ പോകാം. ടീ കടയിൽ പോയാലോ? ടീ കടയിൽ പോവാം. എനിക്കെന്തായാലും മനസ്സ് ഒരു നല്ലൊരു പേടി പേടിച്ചുട്ട് ഈ സാധനം വീണപ്പോൾ. എവിടെ കല്ല? അത് ഇതിൻ്റെ ഹെൽമെറ്റ് തെറിച്ചതാ വല്ലതായിരിക്കും കേട്ടോ. പക്ഷെ റഗഡായിട്ടുള്ളത് ഈ സാധനം നോക്കിയേ, ഫുള്ള് എനിക്ക് പറഞ്ഞാലും തീർന്നില്ല. ഫ്രെയിമിന്റെ ലെൻസ് അടക്കം നമുക്ക് മാറ്റാൻ പറ്റും. 10,000 രൂപ വരും. ഇത് മാറ്റാൻ പറ്റും. ഏത് ഈ റൗണ്ടാ? ആ റൗണ്ട് നമുക്ക് മാറ്റാം, ഊരിയിട്ട് മാറ്റാൻ പറ്റും. പുതിയത് വയ്ക്കാൻ പറ്റും. അതിന്റെ ലെൻസിന് ഇപ്പൊ ക്ലാരിറ്റി കുറവുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ കാണണേ പറയട്ടാ. ഗോ കാർട്ടിങ് കഴിഞ്ഞിട്ട് വീണ് ആഷ്ഫാൾട്ടില് അല്ലെങ്കിൽ റൂട്ടിലെ നേരെ ഗോ കാർട്ട് മേലെ കയറി പോയിട്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യണത്. മോനെ ഇതാണ് ഗോപ്രോ സീൻ. സോ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നിട്ട് ടീ കട എന്ന് പറഞ്ഞ കടയുണ്ടായിരുന്നു MG റോട്ടിൽ. അമ്മേനെയും കൊണ്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീ കട വന്നിട്ട് ചായ കുടിക്കാന്ന് പറഞ്ഞു. വേറെ ഇതുകളൊന്നും വേറെ ഒന്നും വേണ്ടല്ലോ. കാണാറുണ്ടോ? ആ പേരെന്താ? ഡിവോൺ. ആള് കാണാറുണ്ടോ? താങ്ക് യു. സോ ചായ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തിനാ വേണ്ട? കാരണം ഞങ്ങൾക്ക് ഇന്ന് രാത്രി പോയിട്ട് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ വീടിന്റെ അവിടെ. അവിടെ നിന്ന് ഫുഡ് അടിക്കാം വീടിന്റെ അവിടെ പോയിട്ട്. വേറെ എന്തെങ്കിലും വേണോ? എന്ത് വേണേലും പൊക്കോളൂട്ടോ. അങ്ങനെ ഇതുകളൊന്നുമില്ല, ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടാ. എന്തൊക്കെ വാങ്ങിയല്ലോ അതൊക്കെ പൊക്കോണ്ടിരിക്കും. മോനെ അടിപൊളിയല്ലേ? ടീ കടയിലത്തെ എല്ലാ സ്റ്റാൻഡിനും ഒരു ചെറിയൊരു ആട്ടം ഉണ്ടാവും കേട്ടോ. ഇതിനൊരു ആട്ടുണ്ട് ഇല്ലേ? ചെറിയ ആട്ടൻ്റെ. സോ കഴിച്ചിട്ട് റൈസ്. സോ അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഗോകാട്ടിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കുറെ കാലമായി ഇവൻ പറയണം ചെയ്യണം. പിന്നെ നാളെ സ്കൂൾ തുറക്കാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലേ? നാളെ സ്കൂൾ കൂടി തുറക്കാണ്. നാളെ അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് വാങ്ങണ്ടേ എന്നുള്ള. എന്തായാലും വാങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല. നോക്കി നോക്കാം കേട്ടോ. ഞാൻ വ്ളോഗ് എന്തായാലും ഇടാം. അതിന്റെ നമുക്ക് എന്തായാലും ഇടാം. പേപ്പർ കിട്ടിയിട്ട് അതൊരു നല്ലൊരു ആഘോഷമായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.